പിന്നെ സാറേ നമുക്ക് അടുത്തൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഒരു പോലീസ് ഒരു ഡിറ്റക്റ്റീവ് ആവേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിവരിക്കാവോ? അതായത് ഒരു വലിയ ഉദ്യോഗം മറ്റേതെങ്കിലും മേഖല ജോലി ചെയ്യുന്ന ആൾക്ക് ഒരു കാര്യങ്ങളെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ പുസ്തകങ്ങൾ റെഫർ ചെയ്യാം, അല്ലെ ചെയ്യാൻ പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചോളം ഒരു മർഡർ കേസ് റിപ്പോർട്ടാകും, അല്ലെങ്കിൽ ഒരു വലിയ മോഷണ കേസിൽ റിപ്പോർട്ടാകും. ചിലപ്പോൾ തെളിവിന്റെ ഒരു അംശം പോലും ഇല്ലാതായിരിക്കും മർഡർ നടന്നു പോയി മോഷണ കേസ് നടക്കും. ഉദാഹരണം പറഞ്ഞാൽ അടിമാലിയുടെ രാജധാനി കൊട്ടക്കൽ കേസ് ഉൾപ്പെടെ ആ കേസിൽ 3 പേരെ ലോഡ്ജിനെ കൊലപ്പെടുത്തിയതിനു ശേഷം തെളിവിന്റെ അംശം പോലും ഒരു രജിസ്റ്റർ വരെ നശിപ്പിച്ചിട്ട് പോയത്. അപ്പൊ അന്ന് CR സന്തോഷ് ഉൾപ്പെടെ ഡിവൈഎസ്പിയിലുള്ള സന്തോഷ് സാർ ഉൾപ്പെടെയുള്ളവരാണ് ഉൾപ്പെടെയാണ് കേസിന് വെച്ചത്. അവർക്ക് കിട്ടുന്ന ഒരു അവ്യക്തമായ ഒരാളുടെ രൂപം പോലും ഇല്ലാത്ത ഒരു 3 പേരുടെ രൂപം മാത്രം, രൂപം എന്ന് പറയാനില്ല, അത് വെച്ചാണ് ഇവർ പ്രതികളെ കണ്ടത്. വെച്ചു കഴിഞ്ഞാൽ വലിയ സമരങ്ങളൊക്കെ നടന്നു. പക്ഷെ ഇവര് ഒരു പ്രതിയെ ബാംഗ്ലൂരിൽ നിന്നും, ഒരാളെ ഒറീസയിൽ നിന്നും, മറ്റൊരു പ്രതിയെ ഗോവയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. എന്ന് വെച്ചാൽ ഈ ഡിറ്റക്റ്റീവ് ആകുന്ന വെച്ച് കഴിഞ്ഞാൽ കേസിലേക്ക് ഇതിന് പ്രത്യേകമായ ട്രെയിനിങ് എന്ന് പറയാൻ കഴിയില്ല. ഒരു വിഷയം, ഒരു കേസ് റിപ്പോർട്ടായാൽ ഇവന് തോന്നുന്ന ഐഡിയകൾ, പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥനോ തോന്നുന്ന ഐഡിയകൾ വെച്ച് അവൻ കോമൺ സെൻസ് അപ്ലൈ ചെയ്താണ് ഒരു കേസിലേക്ക് പോകും. ചെറിയ ചെറിയ തുമ്പുകൾ കിട്ടി, ചില മൊബൈൽ ഫോണിന്റെ ആകാം, മറ്റേതെങ്കിലും ആകാം, അതിനെ കണക്ട് ചെയ്ത് അത്രമാത്രം സ്ട്രെയിൻ എടുത്തായിരിക്കും പ്രതിയിലേക്ക് എത്തുന്നത്. പ്രതിയിലേക്ക് എത്തുന്ന മാത്രമല്ല, വെറുതെ പ്രതിയെ പിടിച്ചാൽ മാത്രം ഒരു കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാകുന്നത്. ഒരു മർഡർ കേസോ മോഷണ കേസിനെ ശിക്ഷിക്കപ്പെടുന്ന സയന്റിഫിക് ആയി എവിഡൻസുകൾ കളക്ട് ചെയ്യും. അതിന് സയന്റിഫിക് എവിഡൻസ് കളക്ട് ചെയ്ത് പ്രൊസീജിയർ കറക്റ്റായി അത് കോടതിയിൽ സമർപ്പിക്കപ്പെട്ട് വ്യക്തമായ തെളിവുകൾ സമർപ്പിക്കപ്പെട്ട് വിചാരണ വേളയിൽ ഈ ഡിറ്റക്റ്റീവ് ഓഫീസറോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ കൃത്യമായി മൊഴിയെ കൊടുത്ത് സാക്ഷികളെ കൊണ്ട് മൊഴിയെ പറയുമ്പോഴാണ് ശിക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു ഡിറ്റക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോഷണ കേസ് അന്വേഷിക്കുക അല്ലെങ്കിൽ മർഡർ കേസ് അന്വേഷിക്കുക അത്രമാത്രം നേരം അന്വേഷിക്കപ്പെട്ടിട്ടാണ് ഡിറ്റക്റ്റീവ് ആയി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ +2 ഇതേ കേസുകൾ തെളിയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന സബ് ഇൻസ്പെക്ടറോ CA ഉണ്ടെങ്കിൽ പോലും അവർ ഒട്ടേറെ ജോലി ഭാരങ്ങളുണ്ട് സ്റ്റേഷനിൽ. അവർക്ക് ആ ജോലി ഭാരങ്ങളുടെ ഇടയിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങൾ കൂടുതലായി അവരെ അസിസ്റ്റ് ചെയ്യുന്നത്, അവരാണ് ഇതിന് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഡിറ്റക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശൂന്യതയിൽ നിന്നും തെളിവുകൾ കണ്ടെത്തി പ്രതിയെ കണ്ടെത്തും. അതാണ് പോലീസ് ചീറ്റിംഗ് കേസുകളൊക്കെ നടക്കുന്നുണ്ടല്ലോ നമ്മുടെ സമൂഹത്തില്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? ഈ പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ ആളുകൾ സ്വീകരിക്കുന്നതിന് വഴിയാണ് ചീറ്റിംഗ് കേസ് എന്ന് പറയാൻ കഴിയും. കാരണം ഇന്നിപ്പം ഓൺലൈൻ തട്ടിപ്പുകൾ ഉണ്ടാകുന്നു, അതുപോലെ വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പൈസ മേടിക്കുന്നു, കൊണ്ടുപോയിട്ട് തട്ടിപ്പ് നടത്തുന്നു, കൂടാതെ മറ്റുള്ളവരുടെ പണം തട്ടിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ്. അപ്പൊ ചീറ്റിംഗ് കേസുകളുമായി അന്വേഷിക്കും. അത് മാത്രമല്ല ബാങ്കിൽ അന്വേഷിക്കപ്പെടുമ്പോൾ ശരിക്കും ലക്ഷക്കണക്കിന് രൂപയുടെ കാര്യങ്ങളോ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ചീറ്റിംഗ് കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു MCOMകാരന്റെ അല്ലെങ്കിൽ ഒരു CA അറിവ് ഒരു പോലീസ് ഓഫീസർ നേടേണ്ട അവസ്ഥയാണ്. അതുമാത്രമല്ല ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഓൺലൈൻ തട്ടിപ്പാണ്. പെട്ടെന്ന് പണം ഉണ്ടാക്കണം അല്ലെങ്കിൽ ചെയ്തുകൊണ്ടൊക്കെ ആൾക്കാർ ഇത് പെടുന്നതാകാം. പക്ഷെ ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിക്കുമ്പോൾ അവർ കമ്പ്യൂട്ടറൈസിംഗ് ടെക്നോളജിയുടെ നേടേണ്ട അവസ്ഥയാണ് പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചത്. കാരണം പണ്ടൊക്കെ ഒരു ചീറ്റിംഗ് കേസിന്റെ ചുറ്റുവട്ടത്തു നിന്ന് കേരളത്തിൽ നിന്ന് മാത്രമാണ് ഇന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗത്തും വിദേശത്ത് നോക്കിയത്. അപ്പൊ ഇന്ത്യയുടെ വിവിധ ഭാഗത്താകുമ്പോൾ അത്രമാത്രം ഈ ഒരു കമ്പ്യൂട്ടറിനെ കുറിച്ച അറിവും ഒരു കമ്പ്യൂട്ടറിന്റെ അറിവോട്ട് പോലീസ് ഉദ്യോഗസ്ഥർ നേടേണ്ട അവസ്ഥയാണ്.